ഹലോ, ഇതൊരു അവയർനെസ് വീഡിയോ മാത്രമാണ്. നമ്മുടെ നാട്ടിലൊക്കെ പാമ്പ് ശല്യം വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പാമ്പിന്റെ സാന്നിധ്യം കാണപ്പെടാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം തന്നെ റെയിൽവേയുടെ അരികിൽ താമസിക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോ റെയിൽവേയുടെയൊക്കെ പണി നടക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് കൽപ്പൊടിയൊക്കെ അന്യ ജില്ലകളിൽ നിന്ന് കൊണ്ടുവന്ന് അടിക്കുന്നുണ്ട്. ഈ കൽപ്പൊടികളിലൊക്കെ തന്നെ ഒരുപാട് വിഷം നിറഞ്ഞ പാമ്പുകളും മലമ്പാമ്പുകളൊക്കെ ഉണ്ട്. ഒരുപാട് പാമ്പുകളൊക്കെ വണ്ടി കയറി ചാകുന്നതായും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത്തരം പാമ്പുകൾ നമ്മുടെ വീട്ടിലും കാണപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് റെയിൽവേയുടെ അരികിലുള്ളവർ ചെറിയൊരു ജാഗ്രത പാലിക്കുന്നത് നന്നായിരിക്കും. മറ്റൊരു വിഭാഗം ഈ കന്നുകാലികളെ വളർത്തുന്നവരോടും ഈ ആടിനെ വളർത്തുന്നവരോടുമാണ്. നമ്മളൊക്കെ ആണെങ്കിലും ഇവറ്റകൾക്കുള്ള ഭക്ഷണങ്ങൾ പലയിടത്തു നിന്നും ശേഖരിച്ച് നമ്മൾ കൂട്ടിവെക്കും. ഈ പല പല ചാക്കുകെട്ടുകളിലായി കൂട്ടിവെക്കുമ്പോൾ തന്നെ ഈ ചാക്കിനിടയിലൊക്കെ പാമ്പിന്റെ സാന്നിധ്യമൊക്കെ കാണുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ജാഗ്രത പുലർത്തുന്നത് വളരെയധികം നന്നായിരിക്കും. പിന്നെ നമ്മൾ നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ ആണെങ്കിലും പരമാവധി ചപ്പ് ചവറുകളൊക്കെ കൂട്ടിയിടാതിരിക്കാൻ ശ്രമിക്കുക. അന്നന്നുള്ള ചപ്പ് ചവറുകൾ അന്നന്ന് തന്നെ കത്തിക്കാൻ ശ്രമിക്കുക. പിന്നെ വീട്ടുമുറ്റത്ത് വളർന്നു പിടിക്കുന്ന പുല്ലുകളൊക്കെ ആണെങ്കിലും പറിച്ചൊക്കെ കളഞ്ഞ് പരമാവധി വൃത്തിയായിട്ട് സൂക്ഷിക്കുക. അപ്പോൾ നമുക്ക് പാമ്പിന്റെ സാന്നിധ്യം കുറച്ചൊക്കെ കുറയ്ക്കാൻ സാധിക്കും. ഇപ്പോൾ ഈ ഗ്യാസിന്റെ ലഭ്യത കുറവ് കാരണം നമ്മൾ പലയിടത്തു നിന്നും വിറകുകളൊക്കെ ശേഖരിക്കുന്നുണ്ട്. സിറ്റിയിൽ വളരെയധികം കുറവായിരിക്കും. പക്ഷേ ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഈ വിറക് ശേഖരണം വളരെയധികം കൂടുതലാണ്. വിറക് ശേഖരിക്കണ്ട എന്നൊന്നും ഞാൻ പറയില്ല. കാരണം ഗ്യാസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് വിറക് ശേഖരിക്കാതെ വേറെ നിവൃത്തിയില്ല. പക്ഷെ നമ്മൾ ഈ ശേഖരിച്ച വിറകിൽ നിന്ന് നമ്മുടെ ആവശ്യത്തിനായി ഉപയോഗിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം അതിന്റെ ഉള്ളിലൊക്കെ പാമ്പിന്റെ സാന്നിധ്യം കാണപ്പെടാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ സാന്നിധ്യം ഇല്ലാത്ത സമയത്ത് പരമാവധി ജനലും വാതിലുകളൊക്കെ അടച്ചിടുവാൻ തന്നെ ശ്രമിക്കുക. ഇപ്പൊ ഉദാഹരണമായി പറയുകയാണെങ്കിൽ അടുക്കള പണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ടിവി കാണാൻ വന്നിരിക്കുന്ന സമയത്ത് പരമാവധി അടുക്കള വാതിലുകളും ജനലുകളും അടച്ചിടുവാൻ തന്നെ ശ്രമിക്കുക. എന്റെ ജീവിതത്തിൽ തന്നെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് വീടിന്റെ അടുക്കള വാതിലിന്റെ തൊട്ടടുത്താണ് ഫ്രിഡ്ജും അതുപോലെ തന്നെ വാഷിംഗ് മെഷീനും ഇരിക്കുന്നത്. ഇതിന്റെ അടിയിൽ ഒരു പ്രാവശ്യം അണലിക്കുഞ്ഞിനെ കണ്ടെത്തി. ഞങ്ങൾ എല്ലാവരും ഉണ്ടായത് കൊണ്ട് തന്നെ ചാക്കിലേക്ക് പിടിച്ചു മാറ്റി തൊട്ടടുത്തുള്ള കാട്ടിൽ കൊണ്ട് കളഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരു വലിയ അപകടം ഒഴിവായി. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മൾ വാതിലും ജനലൊക്കെ തുറന്നിട്ട് നമ്മുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ തന്നെ പാമ്പ് പ്രവേശിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അശ്രദ്ധരായി ഇരുന്നാൽ പറയണ്ടല്ലോ. അപ്പോൾ എനിക്ക് ചുരുക്കി പറയാനുള്ളത് സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് പറയണമെന്ന് തോന്നി. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് ആരെങ്കിലുമൊക്കെ പാമ്പ് കടിച്ചാൽ സ്വയം ചികിത്സ തേടാതെ തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിലോ മറ്റു ചികിത്സാ കേന്ദ്രത്തിലോ അഭയം പ്രാപിക്കുക. അതുകൊണ്ട് തന്നെ നാളേക്കൊരു നല്ലൊരു ജീവിതം നേർന്നുകൊണ്ട് എൻ്റെ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.